അയ്യോ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ വിചാരിച്ചു കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കാം. ഞാൻ കാണിച്ചു തരാം പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സ്ഥിതി. ഞാൻ ഇവിടെ സൈഡിൽ പിന്നെ അങ്ങനെ ഡ്യൂറിങ് വിൻ്റർ മന്ത്സ് ഉണ്ടായിരുന്നത്. സോ റൈറ്റ് നൗ ഷോ യു വാട്ട്സ് ഹാപ്പനിങ്. മഞ്ഞൊക്കെ പെയ്തിങ്ങനെ നിറഞ്ഞടക്കണ കാണാൻ നല്ല രസമാണ്. പക്ഷെ അത് പോയി കഴിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഏതാണ്ട് ഇതുപോലെയാണ്. എല്ലാം ഒന്ന് എൻ്റെ ചട്ടിയൊക്കെ അവിടെ ഇരിക്കുന്ന കാണിച്ചത് ഞാൻ പൊട്ടിപ്പോയി. മിനിറ്റിന് മുമ്പേ ഇതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ആവും. ഏകദേശം സാധനങ്ങളുടെ മേലെ കൂടെ സ്നോ ഒക്കെ വീഴുന്ന ഒരുമാതിരി ഡേർട്ടിയായി അത് മെൽറ്റായി കഴിയുമ്പോൾ ചളിയും ചേരുമായിരിക്കും. അതാണ് ഇപ്പോൾ ഒരു അവസ്ഥ ഇപ്പോഴത്തെ. ഞങ്ങൾ ബേബി അമ്മു ജനിച്ച സമയത്ത് ഞങ്ങൾ ഇട്ടിരുന്ന ലേ ഔട്ടായിരുന്നു ഇത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ മാറ്റിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് വളർന്നതുകൊണ്ട് നമുക്ക് രണ്ടാളും കുറച്ച് ഫ്രീ ആയതുകൊണ്ട് ഈ ചട്ടികളൊക്കെ എടുത്ത് മാറ്റി ലേ ഔട്ടൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെ ചെയ്തതാണ് കേട്ടോ. സോ ഇത് വേറെ ഗാർഡനേഴ്സിനൊന്നും ഞങ്ങൾ വിളിച്ച് ചെയ്യുന്നില്ല, എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലീനപ്പും നമ്മളാണ് ചെയ്യേണ്ടത്. ഇതെൻ്റെ ലാസ്റ്റ് ഇയർ വെച്ച എൻ്റെ പ്ലാന്റാണ്. കുറച്ച് പൂവുകളൊക്കെ വന്ന് തുടങ്ങി. ഇതിൻ്റെ പേര് പെരിനിയൽസ് എന്ന് പറയും. എത്ര മഞ്ഞ് വന്നാലും ഇവർ അടുത്ത വർഷം എന്തായാലും പൂത്ത് തുടങ്ങും. ഇതെൻ്റെ ഹൈഡ്രേഞ്ചിയ ആണ്. സോ ഇതൊന്നും ഞാൻ റിമൂവ് ചെയ്യത്തില്ല. പൊട്ടൊക്കെ വരാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഫുൾ ഗ്രൗണ്ട് ഒന്ന് ക്ലീൻ ആക്കി ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് മഞ്ഞ് അങ്ങ് കട്ടയ്ക്ക് പെയ്ത് തുടങ്ങിയത്. അങ്ങനെ എടുത്ത് മെല്ലെ എടുത്ത് അങ്ങോട്ട്. വെരി ഗുഡ്. കുഴപ്പമില്ല. ഇപ്പോൾ പുറത്തിട്ടിരുന്ന സാധനങ്ങൾ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെ ആയിപ്പോയി. ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇത് ഒന്നേന്ന് ഇത് എല്ലാം ഡേർട്ടൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ എടുക്കണം. ഗ്രാസൊക്കെ നമ്മൾ കുറച്ച് ഏറിയിട്ടാണ് ഇപ്പോൾ. എന്നാലും നമ്മൾ സോയിലിട്ടിട്ട് ഗ്രാസ് സീഡ് ഇടുമ്പോൾ നല്ലോണം കിളിർത്ത് വരുള്ളൂ. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് ഇച്ചിരി തണുപ്പ് തുടങ്ങിയതുകൊണ്ട് ഇന്നും എല്ലാ കാര്യവും നടക്കുമെന്ന് അറിയില്ല. മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഗാർഡൻ സെൻറ്ററിൽ പോയിട്ട് കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ഗ്രാസ് സീഡും വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവർക്ക് വെറൈറ്റി ഒന്നും വന്നിട്ടില്ല. ഇനിയും തണുപ്പാണ് പുറത്തതുകൊണ്ട് ഇനി നെക്സ്റ്റ് വീക്കേ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഒന്നും വാങ്ങിക്കാണ്ട് മടങ്ങി അവിടെ നിന്ന്. എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് ബീച്ചിലേക്ക് കറങ്ങാൻ പോയി. ആ സമയത്തിനുള്ളിൽ ഞാൻ വിചാരിച്ചു വീട്ടിൽ ആകേണ്ട പരിപാടിയൊക്കെ ആക്കി തീർക്കാം എന്ന്. ചിക്കൻ നേരത്തെ ഞാൻ കഴുകി ചോപ്പ് ചെയ്ത് വെക്കും എപ്പോഴും ഫ്രീസറിൽ. അതിനെടുത്ത് ഞാനൊന്ന് കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് ഇതൊന്ന് തിള വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു 5 മിനിറ്റ് ഇരുന്ന് ചായയോ കാപ്പിയോ ഇട്ട് കുടിക്കാം. ഇതുപോലത്തെ സമാധാനത്തിൽ 5 മിനിറ്റ് കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ നമുക്കൊരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ലല്ലോ. അത് പെട്ടെന്ന് കുടിച്ചെടുത്തിട്ട് ഞാൻ അടുത്ത ജോലിയിലായിരുന്നു. മോള് വീട്ടിലില്ലാത്തപ്പോഴേ എനിക്ക് മര്യാദയ്ക്ക് കുളിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. സിമ്മിൽ വെച്ചിട്ട് പോയ ചിക്കൻ നല്ല റെഡിയായി. അപ്പോൾ അതിനങ്ങ് മാറ്റി വെച്ചു. ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി ഡിന്നറിനുള്ള പരിപാടിയെ നോക്കണം. പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. സോ അതിൻ്റെ പണിയിലേക്ക് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. രാവിലെ തന്നെ പണിക്ക് കയറണമെന്നുള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ ഞങ്ങൾ മീൽ പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകുള്ളൂ. സോ നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചത്തേക്ക് ചോറും തോരനും ആൻഡ് ഒരു ചിക്കൻ ഡിഷും കൂടെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ വരുന്നതിന് മുമ്പേ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കണം. അധികം നേരം പുള്ളിക്കാരി പുറത്ത് നിൽക്കില്ല. വിശന്നാൽ പിന്നെ കണ്ണ് കാണില്ല അവൾക്ക്. അതുകൊണ്ട് അതിന് മുമ്പേ ഞാൻ ഉണ്ടാക്കി തീർക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു വെപ്രാളത്തിലാണുള്ളത്. പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ട് രണ്ടാളും പെട്ടെന്ന് തിരിച്ചു വന്നു. പിന്നെ ഞാൻ പുട്ടൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ കൊണ്ട് അവളെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും ഉറക്കാനും പോയി. അവളെ ഉറക്കിയിട്ട് വേണം ബാക്കി പണി ചെയ്യാൻ. അതുകൊണ്ട് അത് ആദ്യം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ വഴിക്ക് പോയി. ജനിച്ചപ്പോൾ തൊട്ട് അവൾ സ്ലീപ്പിങ്ങിലായിരുന്നു. സോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തനിച്ച് കിടത്തിരിക്കുകയാണ്. പിന്നെ എന്താവുമെന്ന് അറിയില്ല. ഞാൻ വരുമ്പോഴത്തേക്കും പുട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഹസ്ബൻഡ് ഇതെല്ലാം പാക്ക് ചെയ്ത്
മീൽ പ്രപ്പ് ബോക്സിലിട്ട് വെച്ച് തോരനൊക്കെ കുറച്ചൊക്കെ ആക്കിയിട്ട് പിന്നെ എനിക്കുള്ള ഡിന്നറും ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഞങ്ങൾ രണ്ടാളും ടാഗ് ടീം ഇട്ടാണ് ഞങ്ങൾ ഡെയിലി ആക്ടിവിറ്റീസ് നോക്കുന്നത്. സോ ഞാൻ ഒരു പണിയിൽ ബിസി ആയിരിക്കുമ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് മോളെ നോക്കലും മോളുടെ കൂടെ കളിക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും. ചില നേരമൊക്കെ എന്നെ തന്നെ മതി. അതുകൊണ്ട് ഞാൻ ആ പണിയിലിറങ്ങുമ്പോൾ പുള്ളിക്കാരനായിരിക്കും കിച്ചണൊക്കെ കുക്കിങ്ങും ക്ലീനിങ്ങും ഡിഷ് വാഷർ എടുത്ത് വയ്ക്കലും അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനൊന്നും ഇൻസ്ട്രക്ഷൻസ് പോലും കൊടുക്കേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് രണ്ടാൾക്കുമുള്ള ഒരു ഫ്ലോ ഞങ്ങൾക്ക് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ. സോ ഞങ്ങൾക്ക് എന്താ ബേസിക്കലി ചെയ്യാനുള്ളതെന്നൊക്കെ അറിയാം. ഞാനിപ്പോൾ ഒരു റാഡിഷ് തോരനാണ് ഉണ്ടാക്കുന്നത്. ഹസ്ബൻഡ് ഓൾറെഡി ഒരു ബീൻസ് തോരൻ വെച്ചായിരുന്നു. ഞാൻ ചോറ് കഴിക്കാത്തതുകൊണ്ട് ഇതാണ് എൻ്റെ ഫുഡ്. പിന്നെ ഈ കരിവേപ്പില വാങ്ങിക്കുമ്പോൾ കൊല പോലെ കിട്ടുന്നത് കൊണ്ട് അതിനെ വെച്ചിട്ട് ഉണങ്ങിപ്പോണ്ടല്ലോ വിചാരിച്ചു ഒരു ബഞ്ച് എടുത്തിട്ട് ഞാൻ കറി ലീവ്സ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ കറി ലീവ്സ് ചിക്കൻ്റെ വീഡിയോ ഞാൻ പ്രിറ്റി സൂൺ ഷോർട്സിലിടുന്നതായിരിക്കും. എൻ്റെ ഇടയ്ക്ക് ഒരു 2 തവണ എൻ്റെ മോൾ എണീറ്റായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയി ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടാണ് ഞാനൊന്ന് ഇരുന്ന് ഡിന്നർ കഴിക്കാനോ റിലാക്സ് ചെയ്യാനോ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെരി മിനിമൽ സിമ്പിൾ ആഫ്റ്റർ വർക്ക് റൂട്ടീൻ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഈ ഗാർഡനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളെങ്ങനെയാണ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഇഫ് ദിസ് ഫീൽസ് ലൈക്ക് യുവർ ലൈഫ് ടു സബ്സ്ക്രൈബ് ഫോർ മോർ റിയൽ ലൈഫ് മൊമെൻറ്റ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.